അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കേ, എന്നെ കൊല്ലുന്നേ, എന്നെ അയ്യപ്പൻ കൊല്ലുന്നേ, എന്നെ അയ്യപ്പൻ കൊല്ലുന്നേ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പേടിക്കണ്ട പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇത് പിണുങ്ങാണ്ടി ദൈവം കരഞ്ഞതാ രാത്രി ഉറക്കത്തില്. എന്താണ് കാര്യം? നമ്മളെ പിണുങ്ങാണ്ടി സ്വപ്നം കണ്ടുവന്ന്. പിണുങ്ങാണ്ടി ആരെയാ സ്വപ്നം കണ്ട അറിയാം? കറുത്ത വേഷധാരിയായി നമ്മുടെ അയ്യപ്പനെ. അയ്യപ്പൻ കൊല്ലാൻ വന്ന് കഴുത്ത് ഞെരിച്ചിങ്ങനെ ഇടിച്ച് ശരിയാക്കി ഇതായി നിൽക്കുന്ന സമയത്ത് ഉഗ്രരൂപിയായ അയ്യപ്പനെ കണ്ടിട്ട് ആ അയ്യപ്പനെ കണ്ട് കറുത്ത വേഷത്തിലാണ് അയ്യപ്പൻ. അയ്യോന്ന് നിലവിളിക്കായിരുന്നു പിണുങ്ങാണ്ടി. അപ്പോഴത്തെ ഈ കമല ചേച്ചി ഓടി വന്ന്, മോൾ ഓടി വന്ന്, അപ്പുറത്ത് റിയാസ് ഓടി വന്ന്, അംഗരക്ഷകർ ഓടി വന്ന്, ആകെ ബഹളായിരുന്നു അന്ന്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനേ, എന്തോച്ചത്തിലാണ് നിലവിളിച്ചത്! എന്നെ കൊന്നു എന്ന് തന്നെയാണ് പിണുങ്ങാണ്ടി പറഞ്ഞത്. ഇതാണ് യഥാർത്ഥ സത്യം. അതായത് പിണുങ്ങാണ്ടിയെ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കറുത്ത വേഷത്തോട് അയ്യപ്പന്മാരോട് പിണുങ്ങാണ്ടിക്കുള്ള ദേഷ്യം. ഇതുവരെ ആരും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ കമല ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. കമല ചേച്ചി വീട്ടിൽ അയ്യപ്പൻ്റെ ഒരു പൂജയൊക്കെ ഇപ്പം നടത്തി നമ്മളെ പിണുങ്ങാണ്ടി അറിയാതെ. എന്താ വെച്ചാൽ അന്ന് മുതൽ പിണുങ്ങാണ്ടിക്ക് അയ്യപ്പനോട് ഭയങ്കര പ്രതികാരമാണ്. ഈ പ്രതികാരം എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ളൊരു സ്വഭാവമാണ് നമ്മുടെ അയ്യപ്പന്, നമ്മുടെ പിണുങ്ങാണ്ടിക്ക്. മൂപ്പര് കുട്ടിപ്രായത്തിൽ തന്നെ ടീച്ചർമാരെ പൂട്ടിയിട്ടിട്ട് അവസാനം ഗത്യന്തറിലെ ടീച്ചർക്ക് മൂത്രം മോൽക്കെന്ന് പറഞ്ഞപ്പോൾ കുപ്പി കൊണ്ടുകൊടുത്ത വീരനാണ് നമ്മുടെ പിണുങ്ങാണ്ടി. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ആ പിണുങ്ങാണ്ടിക്ക് ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ ഒരപ്പ ശരിയാക്കും. അടിച്ച് ശരിയാക്കി കാലും കൈയും അടിച്ച് പൊട്ടിച്ചാലേ ഒരു സമാധാനമുള്ളൂ. അതാണ് ജീവിതത്തിൽ തുടങ്ങുന്നത്. എൻ്റെ ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മുണ്ടക്കൽ കോരന്റെ മകൻ 5 പൈസ ഗതിയില്ലാതെയാണ് വളർന്നതെങ്കിലും ആളെ കൊന്നും ആളെ പറ്റിച്ചും വഞ്ചിച്ചും തട്ടിപ്പ് നടത്തിയും ഇടിച്ചും അങ്ങനെ ശരിയാക്കിയെടുത്ത് വളർന്ന ജീവിതമാണേ നമ്മുടെ പിണുങ്ങാണ്ടിക്കുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഓരോ ദൈവങ്ങൾക്കും മനുഷ്യ ദൈവങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. അവരൊക്കെ അവർക്കൊരു ചരിത്രം ഉണ്ടാവും. പലരെയും ചരിത്രം മഹാകള്ളന്മാരായിരിക്കും, കൊള്ളക്കാരായിരിക്കും, തട്ടിപ്പുകാരായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നീട് അവർ നന്നാവും. പക്ഷെ പിണുങ്ങാണ്ടിക്ക് ഒരിക്കലും പ്രതികാരം തീർക്കാതെ ജീവിക്കാൻ പറ്റില്ല. പ്രതികാരം തീർത്തേ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ TP ചന്ദ്രശേഖരനെ 53 വെട്ടിയിട്ടും അത് തീർന്നില്ല കലി. അതിൻ്റെ ചോര കഷ്ണം മുറിഞ്ഞിങ്ങനെ കിടക്കുമ്പോഴും അതിനുള്ളൊരു ആർത്തിയാണ്. ഇങ്ങനെ ആ ചോര ഇങ്ങനെ ചിന്തി തല വെട്ടി മാറ്റി കഷ്ണം മുറിച്ച് ശരീരത്തിലൊക്കെ 53 കഷ്ണങ്ങളാക്കി വികൃതമാക്കി നിൽക്കുമ്പോഴേ പിണുങ്ങാണ്ടിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. ഡോണിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ ഡോണിന്റെ ശത്രുക്കളാണ് എന്നതാണ്. അങ്ങനെയുള്ള പിണുങ്ങാണ്ടി എത്ര പേരെ കൊന്നിട്ടുണ്ട്, എത്ര പേരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് അപ്പുറത്തുള്ള ആൾക്കാർ, കോൺഗ്രസ്സിലുള്ള ആൾക്കാർ, RSSകാർ, പിന്നെ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടികൾ എത്ര ശരിയാക്കിയിട്ടുണ്ട്. എന്തിനാ അച്ചുമാമിനെ അടക്കം ശരിയാക്കി. നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക. പുതിയ പേര് വർഗവഞ്ചകൻ. അത് വിജയന്റെ അഭിപ്രായം. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. 2016 ഇലക്ഷനിൽ അച്ചുമാമനെ കൊണ്ടിട്ട് ഇലക്ഷനിൽ പ്രചരണമൊക്കെ നടത്തിച്ചു. അവസാനം 2 വർഷം അധികാരം കൊടുക്കുന്നൊക്കെ പറഞ്ഞാണ്. ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പിണുങ്ങാണ്ടി ഒറ്റ വെട്ട്. ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ്. പിന്നെ നമ്മുടെ അച്ചുമാമ എഴുന്നേറ്റിട്ടേ ഇല്ല. കിടപ്പ് തന്നെയാണ് അവിടെ. ഇന്ന് വരെ എഴുന്നേറ്റുണ്ടോ? 100-ാം വയസ്സിൽ മൂപ്പർക്ക് നല്ല ശക്തിയാണെങ്കിലും ഈ പിണുങ്ങാണ്ടീൻ്റെ അടിയിൽ വീണുപോയി. കാരണം ഭരണം കിട്ടിയാൽ പിന്നെ പിണുങ്ങാണ്ടി വേറെയാണ്. അങ്ങനെയാണ് ശൈല ടീച്ചർ ഒരു ദിവസം പോയിട്ട് മന്ത്രിയായപ്പം ചെന്ന്
വിജയേട്ടോ എന്ന് വിളിച്ചു. ഒന്നും കൂടി വിളിച്ചു. മനസ്സിലായില്ലേ? ഞാൻ റഫീഖ്. ഓ ഗോഡ്, ശബ്ദം മിണ്ടുന്നില്ല. വിജയേട്ടോ. ഇപ്പൊ ഞാൻ സരോജ് കുമാറാണെന്ന് അറിയില്ലേ? എന്റെ നിലയും വിലയും മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ പടത്തും തന്നെ ഞാൻ കട്ട് ചെയ്തളയും. ഓക്കെ? എന്താ വിളിച്ചേ? എന്നെ വിജയാണോ വിജയേട്ടാണോ? ഞാനിപ്പോൾ കേരള CM ആണ്, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. എൻ്റെ ഇനി മേലിൽ വിളിക്കുമ്പോൾ സാർ എന്ന് കൂട്ടി വിളിക്കണം. വിജയൻ സാർ, CM സാർ, CM എന്നാണ് വിളിക്കേണ്ടത്. അതോടുകൂടി ശൈല ടീച്ചർ താന്ന് ആമേ ആമേ എന്ന് പറഞ്ഞ് മാറി. അങ്ങനെയുള്ള പിണുങ്ങാണ്ടി ഈ അയ്യപ്പൻ വന്ന് ഇങ്ങനെ രാത്രി ഉപദ്രവിച്ചാൽ ശരിയാവുമോ? അപ്പം തുടങ്ങിയതാണ് കറുപ്പ് വേഷത്തോടുള്ള ദേഷ്യം. കറുപ്പ് കറുപ്പ്, ആ കറുപ്പ് ഇങ്ങനെ വരുമ്പം, കറുപ്പ് ഇങ്ങനെ കാണുമ്പം പ്രതികാരം ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണ് നാട്ടിലുള്ള എവിടെയൊക്കെ കറുപ്പ് കാണുന്നോ അവിടെയൊക്കെ അടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. കറുപ്പിനോട് മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ ഭയമാണോ? പേടിയാ, പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. അതിന് ഏറ്റവും പണി കിട്ടിയ ആർക്കറിയോ? പാവം അയ്യപ്പന്മാർക്കാണ്. കേരളത്തിൽ നിന്ന് പുറത്ത് മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും എന്തിന് കർണാടക തമിഴ്നാട്ടിൽ നിന്നൊക്കെ അയ്യപ്പന്മാർ കെട്ടുകണക്കിന് വന്നിട്ട് ക്യൂ നിന്നിട്ട് അവിടെ ടോയ്ലറ്റിൽ പോകാൻ പോലും സ്ഥലം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. 10-15 മണിക്കൂറി കുത്തി നിർത്തി എല്ലാത്തിനെയും. ബസ്സാണെങ്കിൽ കുത്തി നിറച്ച് പോകാനുള്ള പരിപാടി നടത്തി. என்ன பண்றாங்கன்னு தெரியல. பினராயி விஜயன் தான் டைரக்டா வரணும் போல. அவங்க என்ன பண்றாங்கன்னு தெரியல. என்ன കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ദർശനത്തിൽ അവിടെയൊക്കെ കംപ്ലീറ്റ് അവിടെ ബന്ദോബസ്താക്കി. അവർ രാവിലെ തൊട്ട് രാത്രി ശ്വാസം മുട്ടി മരിക്കേണ്ട ഗതികേട്. ദിവസം ഒരാൾ മരിച്ചു. എന്റെ അണ്ടനും അടവനെ മന്ത്രിയാക്കി എങ്ങനെയാ? ഇയാൾക്കെല്ലാം മട്ടൻ ഇഷ്ടം കഴിക്കണം. തലേർക്കാം മട്ടൻ ഇഷ്ടം. കേരള യാത്ര പറയുന്നില്ല, സാമിയായി പോയി. അതുകൊണ്ടൊന്നും നമ്മുടെ പിണുങ്ങാണ്ടി അടങ്ങില്ല. എവിടൊക്കെ കറുപ്പ് വേഷം വരുന്നവരുണ്ടോ അവരൊക്കെ അടിച്ച് ശരിയാക്കും. കണ്ടില്ലേ ഇന്നലെ ആലപ്പുഴയിൽ യൂത്തോന്മാർ കറുപ്പ കൊടിയും കൊണ്ട് വന്നപ്പോൾ ഇറങ്ങിയില്ലേ മൂപ്പരെ ക്രിമിനൽ ഗുണ്ടാ സംഘം കാറിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നു, പോലീസിനെ മാറ്റി നിർത്തുന്നു, അടിച്ച് ശരിയാക്കുന്നു. എന്തിന്? നമ്മളെ ഷൂസ് എറിഞ്ഞത് എവിടെ? പിന്നെ നമ്മുടെ പെരുമ്പാവൂർ കൂടെ പോകുമ്പം കോതമംഗലത്ത് പോകുമ്പോൾ കാശു പിള്ളേർ ഷൂസ് എറിഞ്ഞു, കറുത്ത ഷൂസ് എറിഞ്ഞത്. പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? അവരെ ജാമ്യം കിട്ടാത്ത വധശ്രമത്തിന് തന്നെ കേസെടുത്തു. അവരെ അടിച്ച് ശരിയാക്കി എന്നുള്ള മാത്രമല്ല, പിണുങ്ങാണ്ടീൻ്റെ ഗുണ്ടാസംഘം അടിച്ച് ശരിയാക്കിയെന്ന് മാത്രമല്ല അപ്പം തന്നെ ശരിയാക്കി. അപ്പം ഇതൊക്കെ വന്നോട് കൂടിയിട്ട് പിണുങ്ങാണ്ടീൻ്റെ ഭാര്യയ്ക്ക് കമലയ്ക്ക് മനസ്സിലായി ഇപ്പം പിടുത്തം കിട്ടാതെ പോവുകയാണല്ലോ, അയ്യപ്പാ എങ്ങനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പം അയ്യപ്പ പൂജ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ അവിടെ നമ്മൾ ആഭിചാര്യക്രിയൊക്കെ നടത്തിയത് നമ്മൾ പുറത്ത് വന്നതാണ്. എന്താണ് ആഭിചാര്യക്രിയ? വീട്ടിൽ രാത്രി, അതായത് ക്ലിഫ് ഹൗസിൽ രാത്രി പാട്ട്, ഒരു പെണ്ണിൻ്റെ വെളുത്ത ഡ്രസ്സിൽ ഇങ്ങനെ പെണ്ണ് മാറി മാറി ഡാൻസ് കളിക്കുക പല വലത്ത് വീട്ടിൽ. ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. നേരം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? ആദ്യം മതിലിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഡാൻസ് പൊളിച്ചു. അപ്പം എന്ത് ചെയ്തു? മതിൽ പൊളിച്ചു, അതിൻ്റെ വലിയ ഹൈറ്റുള്ള മതിലാക്കി. പിന്നീട് മരത്തിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കുന്നു. അവിടെ മരം വെട്ടി അവിടെ ശരിയാക്കി. പിന്നെയോ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി ഡാൻസ് ചെയ്യാണ് രാത്രി. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാം. ഗേറ്റിനെ പൊളിച്ചു മാറ്റി, പകരം വേറെ ഗേറ്റ് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. മതിലെല്ലാം ബന്ദോബസ്താക്കി. പിന്നെ ഈ പ്രേതം വരുമ്പം ആവഹിക്കാൻ പറ്റുന്നൊരു സാധനം ആഭിചാരക്രിയ ചെയ്ത സമയത്ത് പറഞ്ഞു, നേരെ പോയിട്ട് പശുത്തൊഴുത്തിലേക്ക് മ്യൂസിക് വെച്ച് കൊടുത്താൽ പശുക്കൾ അങ്ങോട്ട് ആവഹിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുത്തൊഴുത്തിൽ നമ്മുടെ പിണുങ്ങാണ്ടിക്ക് എന്ത് ചെയ്തു? 10-45 ലക്ഷം രൂപ ചിലവാക്കി ഒരു പശുത്തൊഴുത്തുണ്ടായി. പിന്നെ പറഞ്ഞു അവർക്ക് നന്നായി നീന്തൽ വേണം,
നീന്തുകയാണെങ്കിൽ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെ വലിയൊരു നീന്തൽക്കുളം ഉണ്ടാക്കി. അപ്പോൾ നീന്തലിന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പെണുങ്ങാണ്ടിക്കും ഭാര്യയ്ക്കും കമലാം ചേച്ചിക്കും പിന്നെ മോൾക്കും മോനും ചെറുമോനെല്ലാം കൂടെ കുളിക്കണം എന്നുള്ളതാണ്. റിയാസിനെ കുളിക്കണം എന്നാണ്. ഒന്നുമില്ല. ഇത് പ്രേതങ്ങൾക്ക് കുളിക്കാനാണ്. പ്രേതങ്ങൾക്ക് രാത്രി നിലാവിൽ ഇങ്ങനെ കറുത്ത രാവിൻ്റെ ദിവസം ഒന്ന് നീരാടണം, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ അതിനിട്ട് അവിടെ നിന്ന് മാറുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുത്തു, ഏതോ ജ്യോത്സ്യമ്മനടുത്ത് കറുത്ത കാറിൽ സഞ്ചരിക്കണം, പക്ഷെ പുറത്ത് കറുത്ത് കണ്ടാൽ അപ്പം ശരിയാക്കിക്കൊള്ളണം. കറുപ്പായിട്ട് വരിക, അയ്യപ്പൻ കറുപ്പായിട്ട് വരും. കറുപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ കഴുത്തിന് കൊന്നിക്ക് പിടിച്ചിട്ട് നാവ് ഇങ്ങനെ പുറത്തേക്ക് ചാടി വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം എന്താ പറയുക, കാണുന്ന കറുപ്പ് കാണുന്നിടത്തൊക്കെ എവിടെയൊക്കെ പോകണോ അവിടെയുള്ള എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കറുത്ത ഷർട്ട് ഇട്ടാൽ, കറുത്ത ബാഡ്ജ് ധരിച്ചാൽ, കറുത്ത പുസ്തകം കയ്യിൽ വെച്ചാൽ, കറുത്ത കണ്ണട വെച്ചാൽ, എന്തിന് നമ്മളെ CP കുഞ്ഞ് കോഴിക്കോട് എൻ്റെയൊക്കെ നേതാവായിരുന്നു അവിടെ CP കുഞ്ഞ് മരിച്ചിട്ട് പോയപ്പോൾ ഒരു കൊടി വെച്ചിന്, കറുത്ത കൊടി. മരിച്ചതിന് അടിയിൽ CP കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കറുത്ത കൊടി കാണിക്കുന്നതാണ്. പോലീസ് അത് അഴിച്ചു മാറ്റി. എങ്ങനെ അഴിച്ചു മാറ്റായിരിക്കും? അയ്യപ്പൻ്റെ വേഷം കറുപ്പാണ്. അയ്യപ്പൻ കറുത്ത വേഷത്തിൽ വന്നിട്ടാണ് കഴുത്ത് ഞെരിച്ചത്. പെണുങ്ങാണ്ടീൻ്റെ ചരിത്രത്തിലുണ്ടോ ശരീരത്തിൽ തൊട്ടിട്ടുള്ള ഒരാളെ വെച്ചിരിക്കുന്നു? അയ്യപ്പനെ ശരിയാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് അയ്യപ്പൻ ശബരിമല ശരിയാക്കുന്നത്. മുമ്പ് കുറേ സ്ത്രീകളെ കയറ്റി നോക്കി. അന്ന് മുതൽ സ്ത്രീകളെ കയറ്റിയിട്ടൊന്നും യാതൊരു രക്ഷയില്ല. അവിടെ എല്ലാം പിന്നെയും തകരാറിലായി. സ്ത്രീകളെ കയറ്റി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അയ്യപ്പൻ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഒപ്പിച്ചത്. തലകുത്തന് ഞാനൊരു നവോത്ഥാന നായകനാണ്, നവോത്ഥാന മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്, ഞാൻ പെണുങ്ങാണ്ടി ദൈവമാണിനി, കേരളത്തിൽ ഞാനല്ലാതെ വേറൊന്നുമില്ല, ഞാനാണ് പാർട്ടി, ഞാനാണ് സ്റ്റേറ്റ്, ഞാനാണ് രാജാവ്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഞാൻ 40-50 വണ്ടി, പോലീസ് വണ്ടികളുടെ സഹായത്തോടെ, ആംബുലൻസിൻ്റെ സഹായത്തോടെ, ഞാൻ പിന്നെ ഫയർ സർവീസിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യും. കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവറാവോ മോനെ? കുറച്ച് ഓവറായാലല്ലേ ഒരു ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വര. എന്നെ നേരിട്ട് കാണാൻ ആർക്കും കഴിയില്ല. നവകേരള സദസ്സ് വന്നാൽ ദൂരെ നിന്ന് എൻ്റെ നിഴൽ മാത്രം കാണാൻ പറ്റും. അവിടെ പോയി പരാതി, ഏഴാംകൂലികളൊക്കെ അവിടെ പോയി പരാതി കൊടുക്കുക. എനിക്ക് കാശ് കിട്ടാനുള്ള ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. അവരോട് കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കും, കാശ് വാങ്ങും, സെറ്റിൽമെൻറ്റ് നടത്തും, അതവിടെ മേടിക്കും. പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. കറുത്ത വേഷം ധരിക്കുന്നവരെ മുഴുവൻ പിണുങ്ങാണ്ടിക്ക് വല്ലാത്ത പേടിയാണ്. അവരെവിടെയെങ്കിലും കണ്ടാൽ പേടിയാണ്. എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലും എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് കാണുന്ന കറുപ്പുകാരിയൊക്കെ തന്നെ എവിടെയെങ്കിലും കറുപ്പ് കണ്ടാൽ അപ്പം ശരിയാക്കിയുള്ളൂ. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. ഇതാണ് പെണുങ്ങാണ്ടീൻ്റെ യഥാർത്ഥ സത്യം, രഹസ്യം. അതായത് രാത്രി ഉറക്കത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന പെണുങ്ങാണ്ടി അയ്യപ്പൻ വന്ന് കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് ധരിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പം തുടങ്ങിയതാണ് കറുത്ത വേഷധാരികളോടും അയ്യപ്പനോടും ശബരിമലയോടും അയ്യപ്പൻ്റെ വേഷം ധരിച്ചു വരുന്ന ഭക്തന്മാരോടും ഉള്ള പെണുങ്ങാണ്ടിയുടെ ഈ ദേഷ്യം. പോത്തിന് ചുവപ്പ് നിറം കണ്ടാൽ പേടിയാ, അതുപോലെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് കണ്ടാൽ പേടിയാ. എനിക്കൊരുത്തരം പേടിയില്ല.